നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ വൻ തട്ടിപ്പ്. താൽക്കാലിക ജീവനക്കാരനായ ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയത് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ഇയാളെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. അപകടത്തിൽ മകൾക്ക് ഗുരുതര പരിക്ക്. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തായിരുന്നു അപകടം. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്തു. കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. പുനർജനി അഭയ കേന്ദ്രത്തിലെ പീഡനം. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്. മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം. മാധ്യമപ്രവർത്തകർക്കും പോലീസിനും നേരെ അസഭ്യം. വിശദമായ വാർത്തകളിലേക്ക്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ വൻ തട്ടിപ്പ്. താൽക്കാലിക ജീവനക്കാരനായ ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയത് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ഇയാളെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപഹരിച്ച പണം അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇയാൾ മാറ്റിയത്. താൽക്കാലിക ജീവനക്കാരൻ എബിൻ കെ ഷിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലാണ് 23 ലക്ഷത്തോളം രൂപയുടെ തിരിമറി നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ എബിൻ കെ ഷിബുവാണ് ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ഡിവൈഎഫ്ഐ കുന്നത്തൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ്. അപഹരിച്ച പണം ഇയാൾ തന്റെ മാതാവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് വിവരം. ഓഡിറ്റ് ഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഭരണസമിതി ജനപ്രതിനിധിയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 തോന്നുന്നു. അന്നത്തെ പ്രസിഡന്റായിരുന്ന ടി ആർ ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഡെയിലി വേസിനാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യവും പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം അനുസരിച്ചാണ് ഇവിടെ ഡെയിലി വേസിന് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ തുടർന്നും ഇപ്പോൾ 2026 തുടർന്നും ആ ആൾ ഇവിടെ ജോലി ചെയ്തു പോകുന്നു. ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നു പോകുന്നത് വെച്ചാൽ ആർക്കും അറിയില്ല. ഏത് രീതിയിൽ അതിന് ശമ്പളം മാറിക്കൊടുത്തെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഇതിന് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതാണ് പോകുന്നത്. ഇപ്പം നടന്ന ഇവിടുത്തെ സാമ്പത്തിക തിരിമറി 2025 ഫെബ്രുവരി മുതലുള്ള ഒരു പരിശോധന നടത്തിയപ്പോഴാണ് 23 ലക്ഷം രൂപ പുറത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാലയളവിന് മുമ്പ് ഈ 16 ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിനു ശേഷം എന്തുമാത്രം തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് വ്യക്തമായ അന്വേഷണം വേണം. വ്യക്തമായ സമരപരിപാടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനപ്രതിനിധികളും ഒന്നടങ്കം മുന്നോട്ട് വരുമെന്നാണ് എനിക്കറിയുന്നത്. തട്ടിപ്പിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടത്തി വരികയാണ്. മുൻ ഭരണസമിതിയിലെയും നിലവിലെ ഭരണസമിതിയിലെയും പലർക്കും ഈ തിരിമറിയെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. നമ്മൾ കരുനാഗപ്പള്ളി തന്നെ ഞങ്ങൾ എടുത്ത വിധിയുണ്ട്, അതിനും ആധാരമാണ്. പക്ഷെ ഇത് നടപ്പിലാക്കാത്ത രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കാരണം അവർക്ക് നേട്ടം ഉണ്ടാവാം. നമ്മളിവരെ ഇവിടുന്ന് തുടച്ചു മാറ്റാനല്ല പറയുന്നത്. ഒരു സാധുക്കളെ ആൾക്കാരുണ്ട്, നമുക്ക് അവരുടെ ഉപജീവന മാർഗമാണെങ്കിൽ അവരെ ഏത് സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാം. 2014 സ്ട്രീറ്റ് വെണ്ടർ ആക്ട് പ്രകാരം നടപ്പിലാക്കുക. ഇത്രയും വർഷമായിട്ട് 2014 കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ നിമിഷം വരെ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങളായിട്ട് തന്നെ 1 ലക്ഷം രൂപ മുടക്കി എല്ലാം ഞങ്ങള് പൈസ കൊടുത്തു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. 100ഓളം പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി സെക്രട്ടറിയുടെ ചേംബറിലേക്ക് എത്തുകയായിരുന്നു. ലൈസൻസും തൊഴിൽ നികുതിയും അടച്ച് നിയമാനുസൃതമായി വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളെ അവഗണിച്ച് ദേശീയപാതയിലും മാർക്കറ്റ് റോഡിലും അനധികൃത തട്ടുകടകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതായി അസോസിയേഷൻ ആരോപിച്ചു. പല തട്ടുകടകളും ബിനാമി ഉടമസ്ഥതയിലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി.
തെരുവു കച്ചവടക്കാർക്കെതിരെ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വിഷയത്തിൽ MLA-യും നഗരസഭാ ഭരണസമിതിയും അടിയന്തരമായി ഇടപെട്ട അനധികൃത കച്ചവടം അവസാനിപ്പിക്കുകയും പുനരധിവാസ പദ്ധതി നടപ്പാക്കുകയും വേണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നടപടികൾ ആരംഭിക്കാമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ ചോയ്സ്, സെക്രട്ടറി രഞ്ജീവ് ശേഖർ, ട്രഷറർ അനസ് സെയ്ദ, കാട്ടൂർ ബഷീർ, രാജീവൻ ഈസ്റ്റ് ഇന്ത്യ, സക്കീർ പുത്തൻവീട്ടിൽ, സജി സോഡിയാക്, ഹുസൈൻ കൊല്ലക്കാരൻ, സഹജൻ പൊയ്കയിൽ, മുഹമ്മദ് ഫൈസി, MK ഷംനാദ്, അമ്പുവിള ലത്തീഫ്, സൈബു സാബു, അനീസ് ചക്കാല, സമീർ ദന്തോ, വിജിൽ നല്ലഭൂമി, അനിൽ ഉണ്ണിത്താൻ, സിയാദ് ഐസ്പോട്ട, പ്രശാന്ത്, ജവാദ് ഷാ, ശ്രീജ VS, രാജി ചില്ലീസ്, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് സുഗമമായി സഞ്ചാര നടത്താനുള്ള അവസ്ഥ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈവേ പണിയുമായി ബന്ധപ്പെട്ട് നിരവധി ബുദ്ധിമുട്ടുള്ളപ്പോ ഹൈവേയുടെ ഇരു സൈഡുകളിലും അനധികൃതമായി നടത്തുന്ന വഴിയോര കച്ചവടം, അത് ഒരു ആള് തന്നെ 6ഉം 7ഉം തട്ടിട്ട് ആ ഏരിയ കൈയടക്കി വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടത്തുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത് വ്യാപാരികൾ, അങ്ങുള്ള വ്യാപാരികളെ ലൈസൻസ് കൊടുത്തുകൊണ്ട് 2014 വെണ്ടർ ആക്ട് പ്രകാരം അവരെ പുനരുദ്ധരിപ്പിക്കാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യവുമായി നമ്മൾ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെത്തി നമ്മൾ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഉള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ഓണത്തിന് മുമ്പായി തന്നെ അടിയന്തരമായി കരുനാഗപ്പള്ളിയിലെ ഈ ട്രാഫിക് ജാം ഒഴിവാക്കി തരേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറിയും അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് നടത്തി തരണമെന്നാണ് നമ്മുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. അപകടത്തിൽ മകൾക്ക് ഗുരുതര പരിക്ക്. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തായിരുന്നു അപകടം. തൊടിയൂർ സ്വദേശി ശശിയാണ് മരിച്ചത്. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് KSRTC ബസിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ബൈക്കിലിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ തൊടിയൂർ സ്വദേശി വിളയിൽ പഴിറ്റതിൽ ശശി മരിച്ചു. മകൾ ശരണ്യയ്ക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. മകളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മാരാരിത്തോട്ടം പമ്പിന് സമീപമായിരുന്നു അപകടം. ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ബൈക്ക് യാത്രികരെ ഇടിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പിറവന്തൂർ ചേകം വ്യവസായ പാർക്ക് നാശം നേരിടുന്നു. ഗ്രാമീണ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് വ്യവസായ പാർക്ക് തുടങ്ങിയത്. ഇവിടം ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമായി മാറിയിട്ടുണ്ട്. ചേകം വ്യവസായ പാർക്കിനായി 82 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ സ്ഥലവും 2 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടവുമാണ് കാട് മൂടുന്നത്. ഇവിടം ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. കെട്ടിട സമുച്ചയത്തിനായി 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ട് വർഷങ്ങളായിട്ടും ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടില്ല. കെട്ടിടം നിർമ്മിച്ചതല്ലാതെ ഒരുവിധ വ്യവസായ സംരംഭങ്ങളും ഇവിടെ ആരംഭിച്ചില്ല. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ തുടങ്ങാനാണ് ജില്ലാ പഞ്ചായത്ത് വ്യവസായ പാർക്ക് ആരംഭിച്ചത്. അനുബന്ധ പാതകൾ, വൈദ്യുതി എന്നിവ ഉറപ്പാക്കാതെ നിർമ്മാണം തുടങ്ങിയതാണ് വിനയായത്. അധികൃതർ ആരും തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുമില്ല. ആൾക്കാർക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഇവിടെ കാട് വളർന്നു കയറി. വ്യവസായ പാർക്ക് ഉടൻ പ്രവർത്തന സജ്ജമാക്കി പ്രദേശത്തെ കാട് വെട്ടിമാറ്റി ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP പറഞ്ഞു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ മിനി വ്യവസായ എസ്റ്റേറ്റ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമാകാതെ അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു വ്യവസായ സംരംഭം പോലും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുതൽ ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാട് കയറി കിടക്കുകയാണ്. വിഷജന്തുക്കളും ഇഴജന്തുക്കളും വന്യജീവികളും താവളമാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതിലേക്കൂടെയുള്ള വഴി നടത്ത യാത്രക്കാർ, പരിസരവാസികൾ ഇവരെല്ലാം ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാടുകളും പടലുകളും വെട്ടിമാറ്റുകയും ഈ വ്യവസായ സംരംഭവും ഇവിടെ പ്രവർത്തന സജ്ജമാക്കണമെന്നും BJP പിറവന്തൂർ പഞ്ചായത്ത് സമിതി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ട് പോകുന്നതായിരിക്കും. നിലവിൽ പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാണ് പാർക്കും പരിസരവും. കാട് വെട്ടിത്തെളിക്കാനെങ്കിലും അടിയന്തരമായി അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
വീണ്ടും ടിപ്പർ അപകടം. പത്തനാപുരം പട്ടാഴി ആറാട്ടുപുഴയിൽ ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പട്ടാഴി മെതുകുമ്മേൽ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന വിനീതാണ് മരിച്ചത്. ഒരേ ദിശയിൽ വരികയായിരുന്ന ടിപ്പറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ 3 ജീവൻ നഷ്ടമായതിന്റെ നടുക്കം മാറും മുമ്പ് പട്ടാഴി ആറാട്ടുപുഴയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിന്റെ ജീവനെടുത്ത ടിപ്പർ ലോറിയുടെ മരണപ്പാച്ചിൽ. പട്ടാഴി വടക്കേക്കര മെതുകുമ്മേൽ വിനീത് ഭവനത്തിൽ സുധാമണിയുടെ മകൻ വിനീതാണ് ബുധനാഴ്ച ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. ബുധനാഴ്ച രാത്രി 7:30 ആറാട്ടുപുഴ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വെൽഡിംഗ് തൊഴിലാളിയായ വിനീത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് സംഭവം. സ്കൂട്ടറിനെ മറികടന്ന് അമിത വേഗത്തിലെത്തിയ ടിപ്പർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ വിനീതിന്റെ ശരീരത്തിലൂടെ ടിപ്പർ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മന്ത്രിയുടെ തലയിൽ പായസം വീണ സംഭവം ഡിവൈഎസ്പി അന്വേഷിക്കും. പ്രിയദർശിനി ബസ് യാത്രയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനത്തിനിടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. അന്വേഷണം സംബന്ധിച്ച് ഉത്തരവ് കൈമാറി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂടുപായസം വീണ സംഭവം ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. പ്രിയദർശിനി സ്ത്രീ സൗജന്യ ബസ് യാത്രയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനത്തിനിടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. വിഷയത്തിൽ പോലീസിന്റെ ജാഗ്രതക്കുറവ് മറച്ചുവെക്കാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഉദ്ഘാടന വേളയിൽ ബസ്സിൽ യാത്ര ചെയ്യവെയാണ് മന്ത്രിയുടെ ശരീരത്തേക്ക് പായസം വീണത്. എന്നാൽ ബസ്സിൽ തിരക്കുണ്ടായ സമയത്ത് ജാഗ്രതയോടെ നിൽക്കേണ്ട പോലീസിന് വീഴ്ചയുണ്ടായി. സംഭവത്തിൽ ആർക്കും പരാതിയില്ലെന്ന കാരണം മുൻനിർത്തി അന്വേഷണം നടത്താതിരിക്കുകയാണ് സിറ്റി പോലീസ് ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി തിരുവനന്തപുരം റേഞ്ച് DIGക്ക് ഉത്തരവ് കൈമാറി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. കൊട്ടാരക്കര ഉമ്മന്നൂരിലായിരുന്നു അപകടം. അർക്കന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 7 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര ഉമ്മന്നൂരിലാണ് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. അർക്കന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെ കമ്പങ്കോട് കൊച്ചുകുന്നുംപുറത്ത് വെച്ചായിരുന്നു അപകടം. ബസിന്റെ സ്റ്റിയറിംഗ് തകരാറിലായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിലേക്ക് നീങ്ങി മരത്തിലിടിച്ചാണ് നിന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിലുണ്ടായിരുന്ന ഏകദേശം 20 വിദ്യാർത്ഥികളിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 വിദ്യാർത്ഥികൾക്ക് താരതമ്യേന കൂടുതൽ പരിക്കുണ്ടെങ്കിലും ഗുരുതരമല്ലെന്നാണ് വിവരം. ഇന്ന് രാവിലെ 9:05 നമ്മുടെ തേവനൂർ കൊച്ചുകുന്നുംപുറം വഴി വയനാമല ആയിരോട്ട് പോകുന്ന അർക്കന്നൂർ VHS വാൻ ഒരു അപകടത്തിൽപ്പെട്ടു. കാരണം വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് സ്റ്റിയറിംഗ് സ്റ്റക്കാവുകയും വന്ന് ഇടിച്ച് ഒരു മരമായിട്ട് ഇടിച്ച് നിൽക്കുകയും ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് നിസ്സാരമായ പരിക്കുകളുണ്ടായിരുന്നു. ഇത് ഉടൻ തന്നെ ഞാനും സമീപവാസികളുമായിട്ട് ഇടപെട്ട് ഉടൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയുണ്ടായി. അത് ആർദ്ര ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഞാൻ അവിടെയുള്ള സ്കൂളിൻ്റെ അധികൃതരെ വിളിച്ചു പറയുകയും അവിടുന്ന് HM ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് കടന്നു വരികയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്ത കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. 1,40,000 രൂപയും 4 ഫോണുകളുമാണ് ഇവർ മോഷ്ടിച്ചത്. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ മൊബൈൽ മാൾ സ്ഥാപനത്തിൽ നിന്നും പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിലാണ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. ആറോ ജംഗ്ഷന് സമീപത്തുള്ള മുക്കട എന്ന സ്ഥലത്ത് ഒരു മൊബൈൽ ഷോപ്പ് ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 3,87,000 രൂപയുടെ മുതലുകളും പൈസയും കൂടെ മോഷണം ചെയ്തു പോയ ഒരു കേസാണ്. അപ്പോൾ ഈ കേസ് നമുക്ക് രാവിലെ തന്നെ 23-ാം തീയതി വെളുപ്പിന് തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിവരം വരുന്നു. അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് എല്ലാം വന്ന് ഇതിൻ്റെ എല്ലാ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായത് ഈ കടയിലെ ഒരു സ്റ്റാഫാണ് ഇതിനകത്ത് ഈ കുറ്റം ചെയ്യാനായിട്ട് പ്രതികൾക്ക്, അതായത് 1-2 പ്രതികൾക്ക് കുറ്റം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ കടയിലെ സ്റ്റാഫായ അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഇതിൻ്റെ ചാവി, അതായത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ചാവി 1-ാം പ്രതിക്ക് കൊടുക്കുകയും 1-ാം പ്രതി 23-ാം തീയതി വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടി 1ഉം 2ഉം പ്രതികൾ വന്ന് 1-ാം പ്രതി കടയ്ക്ക് ഉള്ളിൽ കയറുകയും 4 മൊബൈൽ ഫോണുകൾ, അതിനകത്ത് 2 ഫോൺ ഐഫോണാണ്, ഏകദേശം നല്ല വിലയുള്ള ഐഫോണാണ്.
അപ്പോൾ 4 ഫോണുകൾ എടുക്കുകയും ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപ മോഷണം ചെയ്തുകൊണ്ട് പോയിട്ട് 1-2 പ്രതികൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ അന്വേഷണം നടത്തി 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഈ മുതലുകൾ ഇവരെ വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധവസ്ഥയിലെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കരുകോൺ ഷാൻ മൻസിലിൽ നാസിം സുൽത്താൻ, ഭാര്യ തുടയന്നൂർ ചാണപ്പാറ ഷിബു ഭവനിൽ ആര്യ, ചണ്ണപ്പേട്ട ഒറ്റത്തെങ്ങുവിള വീട്ടിൽ അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം. കടയിലെ ജീവനക്കാരനായ അഭിഷേകിന്റെ സഹായത്തോടെയാണ് ഇവർ മോഷണം നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തിന് സഹായം ചെയ്തു കൊടുത്തത് അഭിഷേകാണെന്ന് വ്യക്തമായി. 1,40,000 രൂപയും ഉയർന്ന വിലയുള്ള 4 മൊബൈൽ ഫോണുകളുമാണ് ഇവർ കടയിൽ നിന്നും മോഷ്ടിച്ചത്. പ്രതികളുടെ വീട്ടിൽ നിന്നും പോലീസ് മോഷണ സാധനങ്ങൾ കണ്ടെത്തി. കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂവരും പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ ഡാലിക്കരിക്കും ഉന്നതി നിവാസികൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ഉന്നതി നിവാസികളെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംയുക്ത പ്രതിനിധി സംഘമാണ് നിവേദനം നൽകിയത്. ഡാലിക്കരിക്കോ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ അകത്തുള്ള. അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാ ദിവസവും ആന ഇറങ്ങുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരു സ്വയം ഒഴിഞ്ഞു പോകൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 133 കുടുംബങ്ങളിലാണ്. പ്രദേശത്തെ വന്യമൃഗശല്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണിയാണെന്നും അതിനാൽ ഉന്നതി നിവാസികളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്നും പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. 2021 ആരംഭിച്ച ഡാലിക്കരിക്കം സ്വയം ഒഴിഞ്ഞുപോകൽ പുനരധിവാസ പദ്ധതി കഴിഞ്ഞ 5 വർഷമായിട്ടും ഇടതു സർക്കാരിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ പ്രദേശവാസികൾ നിരവധി പേർ കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും സർക്കാർ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പുനരധിവാസം മുടങ്ങുകയായിരുന്നു. വിഷയത്തിൽ എത്രയും വേഗം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ സംഘത്തിന് ഉറപ്പു നൽകി. മന്ത്രി ഷിബു ബേബി ജോണുമായി നടത്തിയ ചർച്ചയിൽ പുനലൂർ നിയോജക മണ്ഡലത്തിലെ പുനരധിവാസ പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കുമെന്നും റവന്യൂ പട്ടികജാതി വകുപ്പുകളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ആലോചനകൾ ആരംഭിക്കുമെന്നും മന്ത്രി നിവേദന സംഘത്തിന് ഉറപ്പു നൽകി. KPCC സെക്രട്ടറി ശശിധരൻ, DCC സെക്രട്ടറി SC സഞ്ജയ് ഖാൻ, മണ്ഡലം പ്രസിഡന്റ് മനോജ് ശ്രീ നായർ, മണ്ഡലം ഭാരവാഹി അഷ്റഫ് ഖാൻ, മുൻ KPCC അംഗം ഷീല സത്യൻ, കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബിബി, വൈസ് പ്രസിഡന്റ് സാബു അബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭിലാഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സലീം ചോഴിയോട്, ഡാലിക്കരിക്കം നിവാസികളായ അമ്മിണി, ശോഭന, ലളിത തുടങ്ങിയവരും നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനർജനി അഭയകേന്ദ്രത്തിലെ പീഡനം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ ഇയാൾ മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി. മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും അസഭ്യം പറഞ്ഞു. തെന്മല അഭയകേന്ദ്രത്തിൽ വയോധികമാർ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ദൃശ്യം പകർത്തിയ മാധ്യമങ്ങൾക്ക് നേരെ തുപ്പി ബ്രഹ്മദാസ്. ഒപ്പം മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് സംഭവം. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പീഡനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച വൃദ്ധസദനത്തിലെ പീഡനം ഗൗരവമെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. സിസ്റ്റം നിസ്സംഗത പാലിക്കുകയാണെന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ 11-നാണ് തെന്മല വെള്ളിമലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിൽ വയോധികർ പീഡിപ്പിക്കപ്പെട്ടത്. കേസിൽ പ്രതിയായ അഭയകേന്ദ്രം നടത്തിപ്പുകാരൻ ബ്രഹ്മദാസ് റിമാൻഡിലാണ്. തെളിവെടുപ്പിനിടെയാണ് പുനർജനിയുടെ ഉടമയായ ബ്രഹ്മദാസ് മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത്. വൈദ്യപരിശോധനയ്ക്കിടെ അസഭ്യവർഷവും മാധ്യമങ്ങൾക്ക് നേരെ നടത്തി. പോലീസുകാരെയും അസഭ്യം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ വൻ തട്ടിപ്പ്. താൽക്കാലിക ജീവനക്കാരനായ ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയത് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ഇയാളെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപഹരിച്ച പണം അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇയാൾ മാറ്റിയത്. താൽക്കാലിക ജീവനക്കാരൻ എബിൻ കെ ഷിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലാണ് 23 ലക്ഷത്തോളം രൂപയുടെ തിരിമറി നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ എബിൻ കെ ഷിബു ആണ് ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ഡിവൈഎഫ്ഐ കുന്നത്തൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ്. അപഹരിച്ച പണം ഇയാൾ തന്റെ മാതാവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് വിവരം. ഓഡിറ്റ് ഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ
പരാതി നൽകുകയായിരുന്നു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഭരണസമിതി ജനപ്രതിനിധിയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 തോന്നുന്നു. അന്നത്തെ പ്രസിഡന്റായിരുന്ന TR ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഡെയിലി വേസിനാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യവും പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം അനുസരിച്ചാണ് ഇവിടെ ഡെയിലി വേസിന് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ തുടർന്നും ഇപ്പോൾ 2026 തുടർന്നും ആ ആൾ ഇവിടെ ജോലി ചെയ്തു പോകുന്നു. ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നു പോകുന്നത് വെച്ചാൽ ആർക്കും അറിയില്ല. ഏത് രീതിയിൽ അതിന് ശമ്പളം മാറിക്കൊടുക്കുന്നത് വെച്ചാൽ അറിയില്ല. കാരണം ഇതിന് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതാണ് പോകുന്നത്. ഇപ്പം നടന്ന ഇവിടുത്തെ സാമ്പത്തിക തിരിമറി 2025 ഫെബ്രുവരി മുതലുള്ള ഒരു പരിശോധന നടത്തിയപ്പോഴാണ് 23 ലക്ഷം രൂപ പുറത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാലയളവിന് മുമ്പ് ഈ 16 ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിനു ശേഷം എന്തുമാത്രം തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് വ്യക്തമായ അന്വേഷണം വേണം. വ്യക്തമായ സമരപരിപാടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനപ്രതിനിധികളും ഒന്നടങ്കം മുന്നോട്ട് വരുമെന്നാണ് എനിക്കറിയുന്നത്. തട്ടിപ്പിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടത്തി വരികയാണ്. മുൻ ഭരണസമിതിയിലെയും നിലവിലെ ഭരണസമിതിയിലെയും പലർക്കും ഈ തിരിമറിയെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ വൻ തട്ടിപ്പ്. താൽക്കാലിക ജീവനക്കാരനായ ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയത് 23 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. ഇയാളെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. അപകടത്തിൽ മകൾക്ക് ഗുരുതര പരിക്ക്. കരുനാഗപ്പള്ളി മാരാരിത്തോട്ടത്തായിരുന്നു അപകടം. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്തു. കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. പുനർജനി അഭയ കേന്ദ്രത്തിലെ പീഡനം. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ്. മാധ്യമങ്ങൾക്ക് നേരെ നഗ്നതാ പ്രദർശനം. മാധ്യമപ്രവർത്തകർക്കും പോലീസിനും നേരെ അസഭ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.